പുതൂരിനോട് ചേർന്ന് കിടക്കുന്ന കൊച്ചു ഗ്രാമമാണ് ഏമൂർ. തങ്ങളുടെ അൻപാന നായകനെ കാണാൻ ഏമൂരിൽ നിന്നും നിരവധി പേരാണ് കരൂരിലേക്ക് എത്തിയത്. പക്ഷെ നിലച്ചിരിക്കാതെ എത്തിയ അപകടം കവർന്നത് ഈ ഗ്രാമത്തിലെ 5 ജീവനുകളും. 5 പ്രദേശങ്ങൾ ചേരുന്ന ഗ്രാമം ഏമൂർ. കൃഷിയും കന്നുകാലി വളർത്തലും കൂലിപ്പണിയും തൊഴിലായി സ്വീകരിച്ചവർ, പച്ചയായ സാധാരണക്കാർ. ആ നാട് ഇന്ന് കണ്ണീർ കടലിലാണ്. യമൂർ പുതൂരിലെ കൊച്ചുവീടിനു മുന്നിൽ സങ്കടം അടക്കിപ്പിടിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞിരിപ്പാണ് ശക്തിവേൽ. തൻ്റെ എല്ലാമായ ഭാര്യ പ്രിയദർശിനിയെയും മകൾ 14 വയസ്സുകാരി ധർണികയുമാണ് ശക്തിവേലിന് നഷ്ടമായത്. இப்படி நடக்கணும்னு தெரியல சார். என்ன பண்ணுறது சார்? ഉയിരെ പഴി കൊടുത്തിട്ട് വെയിറ്റ് பார்த்துட்டு இருக்கேன் സാർ. പ്രിയദർശിനിയുടെയും ധർണികയുടെയും വേർപാട് വിശ്വസിക്കാനായിട്ടില്ല മുത്തശ്ശി മരകതത്തിന്. மேடம் வச்சிருக்கு, போலீஸ்காரங்க மேடம் வச்சிருக்காங்க. அப்புறம் தம்பி அடிக்கும்போது யாருங்கன்னு கேட்கும்போது நான் பிரியதாச்சியோட கணவன் பேசுகிறேன். நீங்கள் யாருன்னு கேட்கும்போது போலீஸ்காரங்க மேடம் பேசுகிறேன். என்னங்க மேடம் நீங்கள் வச்சுருக்கிறீங்க ஒய்ஃபு செல்லுன்னு கேட்க, இந்த மாதிரி உங்கள் ஒய்ஃபு அப்படின்னு சொல்லியிருக்காங்க. 45 വയസ്സുള്ള ചന്ദ്ര, 65 വയസ്സുള്ള ആർക്കാനി, 14 വയസ്സുകാരൻ പ്രജിത്ത് എന്നീ ഗ്രാമവാസികൾക്കും ജീവൻ നഷ്ടമായി. പ്രിയദർശിനിയുടെ അമ്മ മരകതമാണ്. ഈ അമ്മയെപ്പോലെ ഉള്ളിൽ സങ്കടമൊഴുക്കി കഴിയുന്നവർ നിരവധിയാണ് ഈ ഗ്രാമത്തിൽ. ഇവർക്കെല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഇതുപോലൊരു സംഭവം ഇനി ആവർത്തിക്കരുത്. അല്ലേ മാം? നടക്കக்கூடாது. ஒரு இழப்பு, நாங்கள் ஒரு வீட்டில் 2 இழப்பு. மேடேறி வர முடியுங்களா? 2 இழப்பு இழக்கக்கூடாது.